സംഗതി പക്ഷേ ബേക്കിലുണ്ട്. അതാണ് വിട്ടാൽ മതിയാണ്. കാരണം നമ്മളെ ഏകൃഷ്ട പഠിപ്പിച്ചതെന്ന് വെച്ചാൽ എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം കാണാൻ, നെഗറ്റീവ് കാണരുത് എന്നാ. ഗാന്ധിജി ഒരിക്കൽ ട്രെയിൻ യാത്ര അങ്ങനെ നടത്തുമ്പോ ഏതോ ഒരു കുറ്റം കെട്ട ചങ്ങായി ഒരു കടലാസിൽ ഒരുപാട് തെറി എഴുതിയിട്ട് അതിന് മതിയായിട്ട് രണ്ടാമത്തെ കടലാസിൽ എഴുതിയ ഇത് രണ്ടും കൂടെ കൂട്ടി പിന്നെ ഇത് കണ്ട് ഗാന്ധിജിക്ക് കൊടുത്തോടെ. അങ്ങനെ കഥ ഹൊക്കിയ റുബിയ ഏതായിരുന്നാലും ആ കടലാസങ്ങൾ എടുത്തിട്ട് ഗാന്ധിജി ഇങ്ങനെ വായിച്ചു ചിരിച്ചുക. മൂപ്പർക്കെതിരെ ആരോപണമാണല്ലോ. വായിച്ചു കഴിഞ്ഞ കടലാസങ്ങളെ ചെയ്തിട്ട് ചവറ്റുകൊട്ടിയിൽ കിട്ടും. ആ പിന്നെടുത്ത് കണ്ട് പോക്കറ്റ് കിട്ടും. ഇതിൽക്ക് ഉപകരിക്കുന്ന പോക്കറ്റ് കിട്ടുമല്ലോ. അതായത് നല്ലത് കാണാൻ വായിക്കുക ഒഴിവാക്കുക. ഏകൃഷ്ണങ്ങളെ പഠിപ്പിച്ച തത്വം അങ്ങനെയാണ്. അപ്പൊ അതനുസരിച്ച് ലേഖനം എഴുതിയത് അതിനോട് ഞാൻ വായിക്കണില്ല. കാരണം എന്താ, മാനവികത ഉണർത്താൻ പക്ഷേ ആ പക്ഷെ അവിടെ നോട്ടെ, എന്നാലും നല്ല ഭാഗം നമ്മൾ തെരഞ്ഞെടുക്കാതെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ പറയാം. കാന്തപുരം അതുപോലെ രാഷ്ട്രീയക്കാരനല്ല, രാഷ്ട്രീയതുമല്ല, മതപരമായ എല്ലാ വിഷയങ്ങളിലും യാഥാസ്ഥിതിക നിലപാടുള്ള മതസംഘടന മാത്രമാണ് സമസ്ത. അതെ, ലോകത്ര പുരോഗതി ലാഭിച്ചാലും മുറുക്കുമന്ത്ര മേലസ് പിന്നാനം വിളിച്ച് അറബിയിലെ കുത്തുവ പെണ്ണ് വരാത്ത പള്ളി തറാവിന്റെ 20 മരിച്ചുകൊടുത്തുള്ള ഓത്ത് കൊണ്ടുപോകുമ്പോഴുള്ള ദിക്രി എടുക്കുമ്പോഴുള്ള യാസീൻ പിന്നെ മറയിതാളെ തരക്കീന് തസ്ബീത്ത് കട്ടപ്പുര കട്ടില് 3, 7, 14, 40 ആണ്ട് നേർച്ച നടത്തല് മാല മൗലൂദ് ഹദ്ദാദ് റാത്തീബ് ചൊല്ലല് അങ്ങനെ തുടങ്ങിയിട്ട് അതൊക്കെ പഴയത് തന്നെയാണ്. അതിനൊന്നും മാറ്റം പറ്റൂല. ആ യാഥാസ്ഥിതികത അങ്ങനെ തന്നെ നിലനിർത്തുക. അതുകൊണ്ട് അതിന് പണ്ട് ഈ പുസ്തകമൊക്കെ അർത്ഥം വെച്ചിരുന്നു. യാഥാസ്ഥിതിക എന്ന പദത്തിന് അർത്ഥം അന്ന് പത്രക്കാർ കളിയാക്കി ചോദിച്ചു, അല്ല നിങ്ങൾ ഈ പുരോഗതി ഒക്കെ ചെയ്യുമ്പോഴും നിങ്ങൾ യാഥാസ്ഥിതികൻ എന്നാണല്ലോ നിങ്ങളെ പറ്റിയിട്ട് എല്ലാവരും പറയുന്നത്. ആ പുസ്തകം തിരിച്ചിട്ട് പറഞ്ഞു, ആ യാഥാസ്ഥിതികൻ എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ യഥാസ്ഥിതി മനസ്സിലാക്കുന്ന എന്ന അർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. നിങ്ങൾ മലയാള പണ്ഡിറ്റായ ഒരു പവറിലാണ് പത്രക്കാർക്ക് പുസ്തകം അങ്ങോട്ട് ക്ലാസ് കൊടുക്കണം. അതൊക്കെ അന്ന് കൊടുക്കുന്നത് പവർ തന്നെയാണ്. അപ്പൊ പിന്നെ യാത്ര എന്താ നടത്തേണ്ടത് തന്നെ കേട്ടോ. അങ്ങനെ മതസംഘടന മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും അധികാരത്തിലേറ്റുകയോ താഴെ ഇറക്കുകയോ കാന്തപുരത്തിന്റെ യാത്രയുടെ ലക്ഷ്യമാകാൻ വഴിയില്ല. അബൂ സുഫിയാൻ പറഞ്ഞ അർത്ഥമാണ്. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതായത് ആരെങ്കിലും അധികാരത്തിലേറ്റോ അധികാരത്തിൽ നിന്ന് ഇറക്കലോ ഈ യാത്രയുടെ ലക്ഷ്യമാകാൻ വഴിയില്ല. കാന്തപുരം രാഷ്ട്രീയ നേതാവല്ല എന്നതിന് അദ്ദേഹത്തിന് രാഷ്ട്രീയ നിലപാടില്ല എന്നർത്ഥമില്ല. വളരെ കറക്റ്റ് നോക്കിക്കുമ്പോഴോ അതായത് അശ്വത്തൊന്നുമില്ലാതെ വളരെ റാഗത്തായിട്ട് അദ്ദേഹത്തൊക്കെ കളി. അദ്ദേഹത്തിന് തീർച്ചയായും രാഷ്ട്രീയ നിലപാടുണ്ട്. ആ നിലപാട് അദ്ദേഹം പലപ്പോഴും വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഒട്ടും വ്യക്തതയില്ലാത്ത നിലപാട് ഇനിയും ആവർത്തിക്കാൻ പക്ഷേ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു യാത്ര നടത്തി വിയർക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. കറക്റ്റ്. ഈ തിരക്കിന്റെ അടിയിൽ ഇപ്പം നയം വ്യക്താക്കണമെങ്കിൽ വിളിച്ച പോലെ ഉസ്താദിന് ഇങ്ങനെ യാത്ര നടത്തി പറയേണ്ട ആവശ്യമൊന്നും ഉസ്താദിനില്ല. ഇത് സഖാഫികളല്ല എഴുതുന്നത്. ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രബോധനത്തിന് നല്ലൊരുക്കൊല്ല കുരുട്ടായിട്ടാ നമ്മൾ മനസ്സിലാക്കണോ. പക്ഷെ ഉപശിശാപം ചിലപ്പോൾ ഉപകാരമായിട്ട് മാറുന്നുണ്ട്. പാല് കുടിച്ചെങ്കിലല്ലേ കുട്ടിയെ തൈരുണ്ടാവുകയുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഏതാണ് പേര് കേട്ടു. അതിനാൽ കാന്തപുരത്തിന്റെ യാത്രയുടെ മേൽ രാഷ്ട്രീയ ലക്ഷ്യം ആരോപിക്കാൻ യാതൊരു വകുപ്പും ഇല്ല. പഴുതടഞ്ഞു. പിന്നെ എന്തിനാണ് വമ്പിച്ച പ്രചാരണ കോലാഹലങ്ങളുടെ അകമ്പടിയോടെ കാന്തപുരം ഒരു യാത്രക്ക് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? ഒരു ചോദ്യം. ഇനി അടുത്ത വരും. CPIM പാർട്ടി കോൺഗ്രസിനെ വെല്ലുന്ന ഈ അടുത്ത നടന്ന പരിപാടി വലിയ പരിപാടിയാണോ? CPIM പാർട്ടി കോൺഗ്രസിനെ വെല്ലുന്ന പ്രചാരണ പ്രവർത്തനങ്ങളാണ് കേരളത്തിന്റെ മുക്ക് മൂലകളിൽ കേരള യാത്രയ്ക്ക് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത്. അതാ നേരത്തെ ഞാൻ പറഞ്ഞത്, മടക്കത്ത് മുറ്റി നിൽക്കേണ്ട മക്കളെ കാലും വരുമ്പോൾ കേരള യാത്ര. അതായത് ആ കോലത്തിൽ മുക്ക് മൂലകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാനവികതയെ ഉണർത്തുന്നു എന്നാണ് കേരള യാത്രയുടെ മുദ്രാവാക്യമായി ഫ്ലക്സ് ബോർഡുകളിലും പോസ്റ്ററുകളിലും തെളിഞ്ഞു കാണുന്നത്. ഓർക്കാ വിവരേ ഉള്ളൂ. അയാളെ സർക്കുലർ ഓർക്ക് കിട്ടൂലല്ലോ. അത് കണ്ട വിവരം വെച്ചവര് പറയാം. തെളിഞ്ഞു കാണുന്നത് അങ്ങനെയാണ്. കേരളത്തിൽ ജീവിക്കുന്ന വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിൽ പാലം പണിയുക എന്നതാണ് മാനവികതയെ ഉണർത്തുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എങ്കിൽ വളരെ പ്രസക്തം തന്നെയാണിത് എന്ന കാര്യത്തിൽ സംശയം ഇല്ല.
പരസ്പരം അകന്നുകൊണ്ടിരിക്കുന്ന മതങ്ങൾക്കിടയിൽ ഒരു നല്ല അടുപ്പുണ്ടാക്കുക, മാനവികത ഉണ്ടാക്കുക. സാരേ ജഹാസെ അച്ഛ ഹിന്ദു സ്ഥിതാ മാരാ ഹംബുൽ ഗുലേഗേസ്കെ യേ ഗുൽ സ്ഥിതാ ഹമാരാ. നിഖില പ്രപഞ്ചത്തിൽ ഉത്തമ ഭാരതം നാമോ വനത്തിലെ രാപ്പാടി കുരുവികൾ. അല്ലാമ ഇക്ബാൽ അന്ന് പാടിവെച്ചു ഇന്ത്യ രാജ്യത്തെ മതസ്വാതത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും ഒക്കെ. കേരളത്തിലെ പഴയകാല മതസ്വാതത്തെക്കുറിച്ച് കുമാരനാശാനും പാടി. ചെത്തിയും ജമ്മന്തിയും ചമ്പരുത്തിയും ചാരെ ചമ്പവെച്ചണ്ടും ചേർന്ന മന്ദിര ഗണം പോലെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും യഹൂദനും ഒന്നുപോലെ വരുന്നി എത്രയോ ദശാബ്ദരായി. കുമാരനാശാൻ മർക്കസിലെ ഒരു പഴയ മുദരിസല്ല, SVSന്റെ പ്രസിഡന്റുമല്ല. ഈ കേരളത്തിൽ കഴിഞ്ഞ ഗതകാല ചരിത്രങ്ങൾ അളവിറക്കിയ ഒരു കവിയാണ്. അയാൾ പറഞ്ഞ ആ സൗഹാർദ്ദം, മതങ്ങൾ തമ്മിലുള്ള സൗഹൃദം, കുല്യായുൽ കാഫിറൂൻ ലാബുൽ മാതാബൂൻ ലക്കും ദീനുക്കും വലിയ ദീൻ. ഈ